യേശുവേ ഉമ്മേ ഞാൻ സ്തുതിപ്പേൻ, യേശുവേ ഉമ്മേ ഞാൻ സ്തുതിപ്പേൻ, സ്തുതിപ്പേൻ എന്ത വേളയിലും സ്തുതിപ്പേൻ. യേശുവേ ഉമ്മേ ഞാൻ സ്തുതിപ്പേൻ, സ്തുതിപ്പേൻ എന്ത വേളയിലും സ്തുതിപ്പേൻ. ആദിയും നീരേ അന്തവും നീരേ, ജ്യോതിയും നീരേ എൻ സ്വന്തവും നീരേ. ആദിയും നീരേ അന്തവും നീരേ, ജ്യോതിയും നീരേ എൻ സ്വന്തവും നീരേ. എന്ത കാലത്തിലും എന്ത നേരത്തിലും യേശുവേ ഉമ്മേ ഞാൻ സ്തുതിപ്പേൻ, യേശുവേ ഉമ്മേ ഞാൻ സ്തുതിപ്പേൻ, സ്തുതിപ്പേൻ എന്ത വേളയിലും സ്തുതിപ്പേൻ. യേശുവേ ഉമ്മേ ഞാൻ സ്തുതിപ്പേൻ, സ്തുതിപ്പേൻ എന്ത വേളയിലും സ്തുതിപ്പേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് പറയട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോടൊത്ത് ഈ പകൽ വേളയിലായിരിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സാങ്കുട്ടി പാസ്റ്റർ പാപ്പച്ചൻ അവർകൾ അടിസ്ഥാനപരമായി വളർന്ന് ദൈവസഭയുടെ നേതൃത്വ നിലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ തന്നെക്കുറിച്ച് എനിക്കറിയാം. തൻ്റെ കുടുംബ പശ്ചാത്തലം വലിയൊരു സംഘം തന്നെ ദൈവസഭയുടെ പ്രവർത്തന രംഗങ്ങളിലുണ്ട്. നിത്യതയിൽ വിശ്രമിക്കുന്ന തൻ്റെ മാതാപിതാക്കളൊക്കെ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി വില കൊടുത്തവരാണ്. ഇന്നത്തെ കാലത്ത് പലരും അവരത് അറിയുന്നില്ലെങ്കിലും ഇല്ലായ്മയിലും കഷ്ടതയിലൂടെയൊക്കെ വളർന്നു വന്ന് ഈ ദൈവസഭയുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് താൻ എല്ലാം കൊണ്ട് യോഗ്യനാണ്. തൻ്റെ ശുശ്രൂഷ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. എൻ്റെ വാത്സല്യ മകൻ ഷിബു, ഷൈബി, കുഞ്ഞുങ്ങൾ അവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സമീപത്തുള്ള സണ്ണി കുടുംബം ഇവിടെയുണ്ട്. പിന്നെ മറ്റ് സഹോദരങ്ങൾ, ചൈമച്ചൻ, മറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയ കൊയർ അംഗങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വസ്ത്രധാരണത്തെയൊക്കെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ വാക്യം പറയുന്ന കുഞ്ഞുങ്ങൾ വരെ മാതൃകാപരമായി നിങ്ങൾ വസ്ത്രങ്ങൾ ധരിച്ച് ഈ വേദിയിൽ നിൽക്കുന്നത് എന്നെ ഒത്തിരി ചലിപ്പിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഗാനങ്ങളുടെ സെലക്ഷൻ ഒക്കെ അനുഗ്രഹമായി തീരട്ടെ. ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം സമയമില്ലെങ്കിലും നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വേദിക്ക് ഒത്തിരി വില കൊടുത്ത് വേണം ഇവിടെ വന്ന് നിൽക്കുവാൻ. നിങ്ങളൊരു വസ്ത്രം ധരിക്കുമ്പോൾ അത് യോഗ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഏകദേശം 26 വർഷങ്ങളായി കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും പലയിടങ്ങളിൽ ദൈവവചനമായിട്ട് കടന്നു പോകുന്നതാണ്. അവിടെയൊക്കെ പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ കാണാനിടയാത്തുന്നത്. ഇവരെ അഭ്യസിപ്പിക്കുന്ന ദൈവസഭ, ഇവരെ ഇവിടെ കൊണ്ടെത്തിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനത് എടുത്തു പറയാൻ കാരണം, എൻ്റെ ഒരു സ്നേഹിതൻ്റെ വിവാഹം ഈ 2024 ജനുവരി മാസമാണെന്ന് തോന്നുന്നു, കുമ്പനാട്ട് വെച്ചാണ് നടക്കുന്നത്. ആ സ്നേഹിതൻ ഒരു പാസ്റ്ററാണ്. തൻ്റെ മകൻ്റെ വിവാഹമാണ്. ആ മകളെ വിവാഹം കഴിക്കുന്നത് ഒരു പാസ്റ്ററുടെ മകളാണ്. ഏകദേശം 70-ലധികം പാസ്റ്റർ ആ വേദിയിലുണ്ട്. 90,000 രൂപ ചിലവൊക്കെയാണ് ഒരു മ്യൂസിക് ടീം ആ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതിൽ കീബോർഡ് വായിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ശ്രദ്ധിച്ചു. 2-3 കീബോർഡ് ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിരിക്കുകയാണ്. പുലിയുടെ പടമുള്ള ഒരു കറുത്ത ബനിയൻ, തൻ്റെ വസ്ത്രം, തൻ്റെ തലയിൽ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട്. ഗിറ്റാറും മറ്റും പ്ലേ ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. അവിടെ പെങ്കൊച്ച് 2 ഇംഗ്ലീഷ് പാട്ട് പാടി.
ആ പെങ്കൊച്ച് തലയിലും തുണിയില്ല, ഒരു തുണി കഴുത്തെ കെട്ടിയിട്ടുണ്ട്, ഒരു നീല ടീഷർട്ട് അവൾ ഇട്ടിട്ടുണ്ട്. അവളാണ് 2 ഇംഗ്ലീഷ് പാട്ട് പാടിയത്. പിന്നെ 2 മലയാളം പാട്ട് പാടുവാനൊരു യുവ സഹോദരൻ വന്നു. കേരളത്തിലെ പ്രസിദ്ധനാണെന്നാ പറയുന്നത്. കറുത്ത ഉടുപ്പിൻ്റെ പാക്കറ്റിൽ 2 വരയൊക്കെ ഉള്ള ഒരു കറുത്ത ഉടുപ്പിട്ട് 2 മലയാളം പാട്ട് പാടി. എന്തുവാ പാടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ സ്നേഹിതനോട് ചോദിച്ചു, എന്താ ഈ പാട്ടുകാരെ എവിടെ നിന്ന് കിട്ടി? അച്ചായ ഒന്നും പറയണ്ട, 90,000 രൂപയാ. 70,000 പറഞ്ഞിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് 90,000 കൊടുത്ത അവരെ പാടാൻ വിളിച്ചത്. ദൈവമക്കളെ, പ്രവർത്തന ഗോളം, ബന്ധക്കോസ് ഗോളം ഇത്രയും അതപ്പതിച്ചു. അവരുടെ നടുവിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു മാതൃകയായി തീരട്ടെ. UK ലിവർപൂളിൽ അല്ലെങ്കിൽ ഈ പൂളിൽ ആരാധിക്കുന്ന ഒരാരാധനക്കൂട്ടമുണ്ടെന്ന് ദേശത്ത് വെളിപ്പെടുത്തുവാൻ നിങ്ങൾ സന്നദ്ധരായാൽ നിശ്ചയമായും ദൈവം നിങ്ങളെ ആദരിക്കും. ഹല്ലേലൂയ. മാതൃകപരമായി ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന നിങ്ങളുടെ തലമുറകളെ ദൈവം കൈവിടുകയില്ല. നിങ്ങളുടെ സഭയെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. കരമുയർത്തി ദൈവത്തെ തുതിച്ചാട്ട്. ഒരു 3 വിഷയം ഞാൻ ഓർപ്പിക്കുകയാണ്. 1, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു ആരാധന ഇടം ദൈവം ഒരുക്കുവാൻ പോകുന്നു. 2ാമതായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഒരു കൂട്ട സ്നാനം ഇവിടെ നടക്കാൻ പോകുന്നു. ഇവിടെ ഒരു മോള് സ്നാനത്തിന് വേണ്ടി തീരുമാനമെടുത്ത്, മോളെ പ്രാർത്ഥിക്കണം, എൻ്റെ സ്നാനം ഒറ്റയ്ക്കാകരുത്, എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ സ്നാനപ്പെടണം. നീ അങ്ങനെ പ്രാർത്ഥിക്കുക. നിൻ്റെ തീരുമാനത്തിനായി നന്ദി പറയാൻ. പിന്നെ വാഹനമുള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഈ ദിവസങ്ങൾ വാഹനം ഓടിക്കണം. അനർത്ഥം പടിവാതുക്കലുണ്ട്. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിൻ്റെ അത്ഭുത കരം വെളിപ്പെടാൻ പോകുക. ഈ ദൈവസഭയെ ദൈവം ആദരിക്കാൻ പോകുക. അല്ലേ, ഒരു പ്രാർത്ഥന സഭയാക്കി ദൈവം ഇതിനെ വേർതിരിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ UK-യിൽ ഹല്ലേലൂയ ഈ പൂടിലെ ആരാധന ഒരു വ്യത്യസ്ത ആരാധനയായി, രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്ന ആരാധനയായി, മാതൃകപരമായ ഒരു ആരാധനയായി, ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ആരാധനയായി ദൈവം തമ്പുരാൻ ഇതിനെ വേർതിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ഇതിനെ വേർതിരിക്കുകയാണ്. ദൈവത്തെ തുതിച്ചാട്ട്, ദൈവത്തെ തുതിച്ചാട്ട്, ദൈവത്തെ തുതിച്ചാട്ട്. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ തുതിച്ചാട്ട്. ഈ ആരാധന ദൈവം വേർതിരിക്കുകയാണ് ദൈവരാജ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നിൽക്കുന്ന ഒരു സത്യാരാധനയായി. ഹല്ലേലൂയ. അനേക ദൈവസഭയ്ക്ക്, അനേക ബന്ധക്കോസ് പ്രവർത്തനങ്ങൾക്ക് ഒരു വഴികാട്ടിയാക്കി, ഒരു വഴിവിളക്കാക്കി ഈ ആരാധന ദൈവം മാറ്റുവാൻ പോകുക. ദൈവത്തെ തുതിക്കാമോ കുഞ്ഞുങ്ങളെ? ദൈവത്തെ തുതിക്കാമോ? നിങ്ങളുടെ കരമടിച്ച് ദൈവത്തെ തുതിക്കാമോ? ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കാൻ പോകുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കാൻ പോകുക. മാതൃകപരമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളായി ഒരു ട്രെയിനിങ് ശാല എന്ന പോലെ, ഒരു ട്രെയിനിങ് മേഖല എന്ന പോലെ ഈ ദൈവസഭയുടെ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെട്ട മണ്ഡലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രവർത്തനത്തെ വേർതിരിക്കുകയാണ്. എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ കരങ്ങളും അടിച്ച് ചില നിമിഷങ്ങളൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ട്. ഇവിടെ ഒരു ചലനം ഉണ്ടാകാൻ പോകുകയാണ്. ഇവിടെ ഒരു ചലനം ഉണ്ടാകാൻ പോകുകയാണ്. ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. ഇവിടെ ഒരു എക്സ്ട്രാ മിറക്കിൾ നടക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന് അത് വെളിപ്പെടാൻ പോകുക. ഈ സഭയിൽ വെളിപ്പെട്ടാൽ അത് നിന്റെ കുടുംബത്തിനും വെളിപ്പെടും. അത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ നിന്റെ തലമുറകൾ പോകുന്നിടത്ത് വെളിപ്പെടും. അവരുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വെളിപ്പെടും. ദൈവത്തെ തുതിക്കാമോ? ഇന്ന് പകൽക്കാലത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായി മലാക്കിയുടെ പ്രവചനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം
ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. മലാക്കി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിച്ച വചനം തന്നെ വായിച്ചാട്ടെ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്ന. എല്ലാ കണ്ണുകളും അടച്ച്. പരിശുദ്ധ കർത്താവേ, നിത്യനായ നല്ല ദൈവമേ, ഈ നല്ല വിശുദ്ധ പകലിന് നന്ദി. ഒരു സത്യാരാധന ഇവിടെ തന്നതിന് നന്ദി. ഇവിടെയുള്ള ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണം. ദൈവമക്കളെ അനുഗ്രഹിക്കണം. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തി ജീവികളും അനുഗ്രഹിക്കും പ്രാപിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ. പ്രാർത്ഥന അങ്ങ് കേട്ടതിന് നന്ദി. ഹല്ലേലൂയ. വിടുതലയച്ചതിന് നന്ദി. ഈ ആരാധന അനുഗ്രഹിക്കുവാൻ കർത്താവ് ഇറങ്ങി വന്നതിന് നന്ദി. സകല മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ അതരം ചലിച്ചു കൊണ്ടിരിക്കട്ടെ. അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. അല്ലെങ്കിൽ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്കും എൻ്റെ നാമത്തെ അല്ലെങ്കിൽ ഉയർത്തുന്നവർക്കും വേണ്ടി എൻ്റെ പക്കൽ ഒരു സ്മരണയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് സകലതും കുറിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികം വചനങ്ങൾ വായിക്കാതെ തന്നെ കിട്ടിയ സമയത്തിനുള്ളിൽ ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടത്? അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ 2 വിശുദ്ധന്മാർ, മലാക്കി പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന 2 വിശുദ്ധന്മാർ, അധികം പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച 2 വിശുദ്ധന്മാർ തമ്മിൽ സംസാരിച്ചത്, യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഉദാഹരണമായി ഞാനും നിങ്ങളുടെ പാസ്റ്റർ സാംകുട്ടി പാസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ വേലയിൽ ദൈവദാസനെ 10-25-27 വർഷമായി. സൗദി അറേബ്യ മാന്യമായൊരു ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എനിക്ക് തോന്നുന്നു 26-27 വർഷം പോയിലായിപ്പോയി. താനും പറയുക, എൻ്റെയും കാര്യം അതൊക്കെയാണ്. ഞങ്ങൾ രണ്ടും മാത്രമേ കേട്ടുള്ളൂ, ആരോടും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, വിഷമം കൊണ്ട് പറയുക, ഏതെങ്കിലും സമയത്ത് ഭാര്യയെ കാണുമ്പം പറയല്ലേ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലും പറയല്ലേ. ആരും കേട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടും കട്ടതേ കേട്ടുള്ളൂ, 2 മാത്രമേ കേട്ടുള്ളൂ. ദൈവം തമ്പുരാൻ ചോദിക്കുക, പാസ്റ്റർ അലക്സ്, പാസ്റ്റർ സാംകുട്ടി, നിങ്ങൾ ഇച്ചിരി മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾ എന്നാ പറഞ്ഞെന്നാണ് പറയുന്നത്? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ആരും കേട്ടില്ല. ഞങ്ങൾ 2 മാത്രം. മോൻ കേട്ടില്ല, ഭാര്യ കേട്ടില്ല, ആരും കേട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ വർഷം സ്പോയിലായിപ്പോയെന്ന്, നിങ്ങളുടെ വർഷം നഷ്ടമായിപ്പോയെന്ന് പറഞ്ഞില്ലേ? ഇത് നഷ്ടക്കച്ചവടത്തിൻ്റെ കാലമല്ല. ഹല്ലേലൂയ. ഇത് ലാഭക്കച്ചവടത്തിൻ്റെ വർഷമല്ല, ഇത് ദൈവത്തിൻ്റെ വേലയാ. ഒരുപക്ഷെ നഷ്ടം വന്നെന്ന് വന്നേക്കാം, ഒരുപക്ഷെ കഷ്ടം വന്നെന്ന് വന്നേക്കാം, അപമാനം വന്നെന്ന് വന്നേക്കാം, നിന്ദകൾ വന്നെന്ന് വന്നേക്കാം, വർഷം ഫോയിലായി പോയെന്ന് വന്നേക്കാം. ചില വർഷത്തിൽ ഹല്ലേലൂയ നഷ്ടം
നഷ്ടത്തിൻ്റെ മുകളിൽ നഷ്ടമായെന്ന് വന്നേക്കാം, വലിയ വീട് വെച്ചില്ലെന്ന് വന്നേക്കാം, നല്ല വണ്ടി കിട്ടിയില്ലെന്ന് വന്നേക്കാം, നല്ല സ്ഥലം വാങ്ങിക്കാൻ പറ്റിയെന്ന് വന്ന് ഇരിക്കുകയില്ല. ഹല്ലേലൂയ. പലരും നല്ല വീടുകൾ വെക്കുന്നുണ്ട്, നല്ല സ്ഥലങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. ആ തരത്തിൽ നിന്നെ പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുക, ദൈവം ഞങ്ങളോട് പറയുക, ഓ പാസ്റ്റർ അലക്സ്, പാസ്റ്റർ സാങ്കുട്ടി, നിങ്ങൾ പറഞ്ഞ വാക്കുണ്ട് കഠിന വാക്കാ. നിങ്ങൾ പറഞ്ഞ വാക്ക് കഠിന വാക്കാ. നിങ്ങൾ പറഞ്ഞ തെറ്റായ വാക്കാ. ഇത് ലാഭക്കച്ചവടമല്ല, ഇത് നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന ഒരു ശുശ്രൂഷ മേഖലയല്ല. ഇത് അപമാനത്തിന്റെ നാളുകളാ, പരിഹാസത്തിന്റെയും നിന്ദയുടെയും എതിർപ്പുകളുടെ നാളുകള്. ഇതാ ദൈവവചനം പറയാൻ, നിങ്ങൾ പറഞ്ഞത് തെറ്റായ വാക്കാ, നിങ്ങൾ പറഞ്ഞത് കഠിനമായ വാക്കാ, നിങ്ങൾ സംസാരിച്ചത് ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടിട്ടുണ്ട്. ദൈവത്തെ സേവിക്കുന്നവർ, ദൈവത്തെ സേവിക്കാത്തവർ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ദൈവത്തെ തുതിക്കാമോ? ഒരു വ്യത്യാസം വെളിപ്പെടാൻ പോകുക. വിളിച്ചു പറയുക, പാസ്റ്റർ അലക്സ് സാഹലരി, പാസ്റ്റർ സാംകുട്ടി, നീ ഇറങ്ങിത്തിരിച്ചത്, എനിക്കൊരു പുസ്തകമുണ്ട്, എനിക്കൊരു സ്മരണയുടെ പുസ്തകമുണ്ട്, ഇവിടെ നടന്ന ശുശ്രൂഷ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, നീ രക്ഷിക്കപ്പെട്ടത് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഇന്ന് പകൽക്കാലം സ്നാനത്തിന് വേണ്ടി ഹല്ലേലൂയ തീരുമാനമെടുത്ത ദൈവമേ, ഓ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകമുണ്ട്. നീ പറയുമ്പോൾ തന്നെ ആ പുസ്തകത്തിനകത്ത് ദൈവം തമ്പുരാൻ എഴുതി വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ മറന്നുപോകും, സഭയുടെ പാസ്റ്റർ മറന്നുപോകും, വിശ്വാസികൾ മറന്നുപോകും, ആരൊക്കെ മറന്നുപോയാലും ആ സ്മരണയുടെ പുസ്തകം വിളിച്ചറിയിക്കാൻ പോകുക. ആ പുസ്തകം തുറക്കുന്ന ഒരു കാലം മുമ്പിൽ കടന്നു വരാൻ പോകുക. ആ പുസ്തകം തുറക്കുന്ന നാളുകൾ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വരാൻ പോകുക. എല്ലാ അതരങ്ങളും സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ നാളുകൾ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലണ്ടിൽ വന്നത് ദൈവം തമ്പുരാൻ കുറിച്ചിട്ടിട്ടുണ്ട്. ഈ ആരാധനയിൽ വന്നത് ദൈവം കുറിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പാടിയത് ദൈവം കുറിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ സാക്ഷ്യവാക്കുകൾ ദൈവം കുറിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ അനുഭവിച്ച കഷ്ടതകൾ, നീ അനുഭവിച്ച വേദനകൾ, നീ അനുഭവിക്കേണ്ടി വന്ന ഹല്ലേലൂയ പരിഹാസങ്ങൾ, നീ അനുഭവിക്കേണ്ടി വന്ന നിന്ദകൾ, അപമാനങ്ങൾ ഒക്കെ കുറിച്ചിട്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം തുറക്കാൻ പോകുക. ദൈവത്തെ തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവത്തെ തുതിച്ചാട്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക, ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക, ദൈവശക്തി ആവരിക്കുക. നീ ആരാണെന്ന് തെളിയിക്കപ്പെടാൻ പോകുക. നിന്നിൽ അടങ്ങിയിരിക്കുന്ന ദൈവീകത്വത്തിൻ്റെ മഹാത്മ്യം, നീ ഹല്ലേലൂയ, നിന്നിൽ അടങ്ങിയിരിക്കുന്ന ദൈവകൃപയുടെ മഹാത്മ്യം, നിന്നിൽ അടങ്ങിയിരിക്കുന്ന അഭിഷേകത്തിൻ്റെ മഹാത്മ്യം, നീ എടുത്ത തീരുമാനത്തിൻ്റെ ഹല്ലേലൂയ മഹാത്മ്യം എന്തെന്ന് വെളിപ്പെടാൻ പോകുക. എല്ലാ അതരങ്ങളും സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുക. ഒരിക്കൽ അഗസ്ത്യരേശ്വർ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. തനിക്കൊരു ഭൃത്യനുണ്ടായിരുന്നു, വളരെ വിശ്വസ്തനായ ഒരു ഭൃത്യൻ. ഹല്ലേലൂയ. താൻ ഈ രാജാവിന് സേവനം ചെയ്ത് വന്ന വേളയിൽ രാജാവിനോട് കൂറുണ്ടായിരുന്നു, വിശ്വസ്തനായിരുന്നു. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയോട് കൂറ് കാണിക്കണം, വിശ്വസ്തത കാണിക്കണം. ഹല്ലേലൂയ. അതൊരു പക്ഷേ ഒരു ആത്മീയ മണ്ഡലം ആയിരിക്കില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ അവിടെ നീ ആരാണെന്ന് തെളിയിക്കപ്പെടാൻ പോകുക. വിശ്വസ്തതയുടെ ഫലം നാളുകൾ ചിലത് കഴിയുമ്പോൾ
അത് അനുഗ്രഹമായി നിന്നെ തേടിയെത്തുന്ന കാലം കടന്നു വരാൻ പോകുക. നീ ആയിരിക്കുന്ന നാളുകളിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്ത പുലർത്തുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ കരം വെളിപ്പെടാൻ പോകുക. ഈ മൊർദെഖായി എന്ന മനുഷ്യൻ രാജാവിന് സേവനം ചെയ്ത കാലയളവിൽ രാജാവിനെ വധിക്കാൻ രാജകൊട്ടാരത്തിന് ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു. രാജാവിൻ്റെ വിശ്വസ്തദാസനായ മൊർദെഖായി ഇതറിഞ്ഞു. നടത്തിക്കോ എന്നാണോ പറഞ്ഞത്? അല്ല, എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, എസ്തേർ രാജ്ഞിയെ, ആകപ്പരിവക്കേടാ, നമ്മുടെ രാജാവ് വധിക്കപ്പെടാൻ പോകുക, എത്ര വേഗം അദ്ദേഹത്തെ വിവരം ധരിപ്പിക്കണം. എസ്തേർ രാജ്ഞി രാജാവിനെ വിവരം ധരിപ്പിച്ചു, താങ്കളെ വധിക്കാൻ ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നു. രാജാവ് അന്വേഷിച്ചു, പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവരെ പുറത്താക്കി രാജാവ് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ ഒരു ദിനവൃത്താന്ത പുസ്തകമുണ്ട്. ഇത്രാം വർഷം ഇത്രാം മാസം രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ അകമ്പടി സേവകനായ സെക്യൂരിറ്റി ആയിരുന്ന പാനപാത്രവാഹനായ രാജാവ് ഹല്ലേലൂയ ആയിരുന്ന കാലത്തിൽ അന്ന് സേവനം ചെയ്ത മൊർദെഖായി, അന്ന് സെക്യൂരിറ്റി ആയിരുന്ന മൊർദെഖായി ഹല്ലേലൂയ രാജാവ് വധിക്കപ്പെടേണ്ട സ്ഥാനത്ത് തക്കതായി ഈ വാർത്ത മണത്തറിഞ്ഞ് ഹല്ലേലൂയ അറിയിക്കേണ്ടവരെ വിവരമറിയിച്ചത് കൊണ്ട് രാജാവ് രക്ഷപ്പെട്ടു. ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് അപ്പാടെ കുറിച്ചു വെച്ചു. പാതിരാത്രിയിൽ ഒരു ദിവസം രാജാവ് ഉറങ്ങുന്നില്ല. വിശ്വസിക്കാമോ? പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവവേദലെ, നീ വന്നത് സ്റ്റുഡൻറ്റ് വിസയിലായിരിക്കാം. നിൻ്റെ ജീവിതം വളരെ പരിതാപകരമായിരിക്കാം. നീ ഭാരപ്പെടരുത്. പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ചില അധികാരികളുടെ ഹൃദയത്തെ തുറക്കാൻ പോകുക. ഇവിടെ ഒരു സഭ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ കുറേ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരുടെ പ്രാർത്ഥന, ഈ ദൈവസഭയുടെ പ്രാർത്ഥന അധികാരികളെ ദൈവം ഉണർത്താൻ പോകുക. അധികാരികളെ ദൈവം ഉണർത്താൻ പോകുക. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കും? അധികാരികളെ ഉണർത്താൻ പോകുക. നിൻ്റെ വിസ സ്റ്റാറ്റസ് അനുകൂലമായ സാഹചര്യമല്ല എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. എന്നാൽ സാഹചര്യം പ്രതികൂലമാണെങ്കിലും ഇവിടെ വന്നത് കുറിച്ചിട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രവർത്തിച്ച പ്രവർത്തന കാലയളവ് കുറിച്ചിട്ടൊരു ദൈവമുണ്ട്. ദൈവം തമ്പുരാൻ കുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പുസ്തകം ഒന്ന് തുറക്കാൻ പോകുക. അതിൻ്റെ നീതി വെളിപ്പെടാൻ പോകുക. അല്ലെങ്കിൽ അധികാരികളുടെ ഉറക്കത്തെ കെടുത്തുന്ന ഒരു ആത്മശക്തി ഇവിടെ വ്യാപരിക്കുക. അധികാരികളുടെ ഉറക്കത്തെ കെടുത്തുന്ന അല്ലെങ്കിൽ അധികാരികളുടെ ഉറക്കത്തെ കെടുത്തുന്ന നിയമത്തിൻ്റെ അധികാരികളുടെ ഹല്ലേലൂയ ഉറക്കത്തെ കെടുത്തുന്ന ഹല്ലേലൂയ ഒരു ആത്മശക്തി ഇവിടെ വ്യാപരിക്കുക. ദൈവജനം പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഈ ഉപവാസം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ദൈവം ചില അധികാരികളെ ഈ നാളുകൾ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവസഭ കൂടെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ദൈവസഭ ഉപവസിക്കുന്നു എങ്കിൽ, ദൈവസഭ ജാഗ്രതയോടെ നിൽക്കുന്നുവെങ്കിൽ, ഒരു കാര്യം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുക, നിനക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ തുതിച്ചാട്ടെ. ഹല്ലേലൂയ! എസ്തറിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വേദഭാഗം പെട്ടെന്നൊന്ന് വായിച്ചേ. എസ്തറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ. ദിനവൃത്താന്ത പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എടുത്തു കൊണ്ടുവരുവാൻ അർദ്ധരാത്രിയിൽ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് പറയാം. ഒരുപക്ഷെ തൻ്റെ ഭൃത്യന്മാർ പറയും, ഈ രാജാവിന് എന്താ ഉറക്കമില്ലേ? ഞങ്ങൾ ഉറങ്ങാനും സമ്മതിക്കില്ലയോ? അർദ്ധരാത്രിയിൽ, പാതിരാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന രാജാവ് ഉറക്കമുണർന്ന് തൻ്റെ ഭൃത്യന്മാരെ കൊട്ടി വിളിച്ച് തൻ്റെ ഭൃത്യന്മാരോട് പറയുക, ദിനവൃത്താന്ത പുസ്തകമുണ്ടല്ലോ, കുറിച്ചു വച്ചിരിക്കുന്ന ദിനവൃത്താന്ത പുസ്തകം
അത് എടുത്തുകൊണ്ട് ഇവിടെ വരാൻ രാജാവ് കൽപ്പിക്കുക. രാജകൽപ്പന ആയതുകൊണ്ട്, രാജാവ് പറഞ്ഞതായതുകൊണ്ട് സമയം നോക്കാതെ ഈ തൻ്റെ ഭൃത്യന്മാർ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് രാജസന്നദ്ധിയിൽ കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു അത് മറിച്ച് വായിച്ചു തുടങ്ങാൻ പറഞ്ഞു. മറിച്ച് വായിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെ വായിച്ചു: ഇത്രാം വർഷം, ഇത്രാം മാസം, ഇത്രാം തീയതി രാജാവ് വധിക്കപ്പെടേണ്ടതായിരുന്നു. വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മൊർദെഖായി കാരണക്കാരൻ. അതായത് ഇതിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട്. രാജാവ് ഉടനടി ചോദിച്ചു, ആ പുള്ളിക്ക് നമ്മൾ വല്ല പ്രൊമോഷനും കൊടുത്തോ? ദിനവൃത്താന്ത ദിവസം മറിച്ച് നോക്കിയില്ല. രാജാവെ, ഒരു പ്രൊമോഷൻ നമ്മൾ കൊടുത്തില്ല. സ്ഥാനക്കയറ്റം കൊടുത്തോ? ഒന്നും കൊടുത്തിട്ടില്ല. ഇൻക്രിമെൻ്റ് ഇല്ല, സ്ഥാനക്കയറ്റമില്ല, ഒന്നും കൊടുത്തില്ല. ഒന്നും കൊടുത്തില്ലേ? ഒന്നുകൂടെ നോക്ക്, മറിച്ച് നോക്കി. ഒന്നും കൊടുത്തില്ല. രാജാവ് ഹൃദയത്തിൽ നിശ്ചയിച്ചു, ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, അവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരെഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലൊരു രാജാവ് മറന്നു കളയാതെ പാതിരാത്രിയിൽ ഉറക്കമുണർന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ പേര് അവൻ്റെ പുസ്തകത്തിനകത്തുണ്ടെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ട കാലം, നീ സ്നാനപ്പെട്ട കാലം, നീ തീരുമാനമെടുത്ത കാലം അവൻ്റെ പുസ്തകത്തിനകത്തുണ്ടെങ്കിൽ, നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൻ്റെ നേർക്ക് ഒന്ന് പറയുക ഒന്നായി കടന്നു വന്നെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ ഭാരപ്പെടരുത്. ഒരു നീതി ഹല്ലേലൂയ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. അധികം അകലെയല്ലാതെ ഒരു പ്രമോഷൻ കടന്നു വരാൻ പോകുക. അധികം അകലെയല്ലാതെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അധികം അകലെയല്ലാതെ നീ പ്രതീക്ഷിക്കാത്ത ഒരു നന്മ ജീവിതത്തിൽ കടന്നു വരാൻ പോകുക. വിശ്വസിക്ക. ഈ 2024 കഴിയും, 2025 പ്രവേശിക്കും. ഈ നാൾ നീ പ്രാർത്ഥിക്കേണ്ട നാളുകളാ. ഈ നാളുകൾ നീ പ്രാർത്ഥിച്ച ഹല്ലേലൂയ അവൻ്റെ പുസ്തകം ഹല്ലേലൂയ തുറക്കുന്ന ഒരു നാൾ മുമ്പിൽ കടന്നു വരാൻ പോകുക. അവൻ്റെ പുസ്തകം ഹല്ലേലൂയ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. എവിടെ നീ ആരാധിക്കണം, എവിടെ ദൈവത്തെ സ്തുതിക്കണം, എവിടെ ഹല്ലേലൂയ നീ ജോലി ചെയ്യണമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. കരമുയർത്തി ദൈവത്തെ തുതിച്ചാട്ടെ. രാജാവ് ഹൃദയത്തെ നിശ്ചയിച്ചു, എനിക്കവനെ മാനിക്കണം. ഇത് മൊർദെഖായി അറിയുന്നില്ല. താൻ തീരുമാനമെടുക്കുമ്പോൾ മൊർദെഖായി എവിടെയാണെന്നറിയാം? പട്ടണത്തിൻ്റെ നടുവിൽ നല്ല വസ്ത്രമില്ലാതെ ചാക്ക് വസ്ത്രം എടുത്തുകൊണ്ട് യഹൂദ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാജാവ് തീരുമാനമെടുത്തത് മൊർദെഖായി അറിയുന്നില്ല, അറിയണമെന്നില്ല. തക്ക സമയത്ത് ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കരം നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുക. ദൈവത്തെ തുതിക്കാവൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാജാവ് ചോദിച്ചു, ഭൃത്യന്മാരോട് ചോദിച്ചു, പുറത്ത് ആരുണ്ട്? തൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, രാജാവിന് ഇഷ്ടപ്പെട്ട പുള്ളി വന്നു പോണ്ട്. ആരാ? ഹാമാൻ. അകത്ത് കയറി വരാൻ പറഞ്ഞു. അകത്ത് കയറി വന്നു. ഹാമാൻ അവിടെ നിൽക്കുന്നൊന്നും രാജാവിന് അറിയത്തില്ലെന്നേ. ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ ആർക്ക് കഴിയും? ദൈവത്തിൻ്റെ പ്ലാനുകളെ മുടക്കാൻ ആര് കഴിയും? ഇവനെ അകത്ത് വിളിച്ചു. രാജാവിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഈ ഹാമാനോട് പറഞ്ഞു, ഹാമാനെ, എനിക്കൊരാളെ ബഹുമാനിക്കണം, എനിക്കൊരാളെ ആദരിക്കണം, അവൻ എന്നതൊക്കെ കൊടുക്കണം. പുള്ളി പറഞ്ഞു, രാജാവിൻ്റെ കുതിര അവന് കൊടുക്കണം കേട്ടോ. 15 വർഷം മുമ്പ് വരുമ്പോൾ ഞാൻ ഈ ബക്കിംഗ് കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന കുതിരയെ കണ്ടിട്ടുണ്ട്. അതിനെക്കൊന്ന് തൊട്ട് നോക്കിയിട്ട്, എന്നാ കുതിര. എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ സഹോദര, ഈ കുതിര എന്നാ വില വരും? പാസേ 1,00,000 പൗണ്ട് വരും. അത്രയും വരും.
എന്ന സോഫ്റ്റായിട്ടുള്ള കുതിരയാണെന്നറിയാം. ഇതുപോലൊരു കുതിര രാജാവിനുണ്ട്. ഹാമാൻ നോട്ടം ഇട്ട് വെച്ചേക്കുക. പലതും നോട്ടം ഇട്ടാലും അതൊന്നും നിനക്കല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് കേട്ടോ. പിന്നെ എന്നാ കൊടുക്കണം? രാജാവിൻ്റെ ഗൗൺ അവന് കൊടുക്കണം. സ്വത്രം. രാജാവിന് സന്തോഷം, അതും കൊടുക്കാം. ഈ പുള്ളിക്ക് ഒത്തിരി സന്തോഷമായി, ഹാമാൻ ഒത്തിരി സന്തോഷമായി. ശത്രു സന്തോഷിക്കും കേട്ടോ. ഹല്ലേലൂയ. നിനക്ക് വരാൻ പോകുന്ന കെണി ഒരു പക്ഷേ നിനക്കറിയത്തില്ല. പിന്നെ എന്നാ കൊടുക്കണം? രാജാവിൻ്റെ ക്രൗൺ ഉണ്ടല്ലോ, അതും അവന് കൊടുക്കണം. അതും കൊടുക്കാം. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇനി വല്ലതും വേണമെങ്കിൽ അതും ഒക്കെ കൊടുത്തോണം കേട്ടോ. സ്തോത്രം. ഇനി വല്ലതും വേണമെങ്കിൽ അതും കൊടുത്തോണം. എന്നിട്ട് രാജാവ് പറയുക, ഒരു മനുഷ്യൻ ഇത്ര മീറ്റർ ദൂരത്തിൽ പട്ടണത്തിൻ്റെ തലക്കിലിരുന്ന് കൈപ്പോടെ നിലവിളിക്കുക. പുള്ളിയുടെ വസ്ത്രം ഒന്നും നോക്കരുത്, ചാക്ക് വസ്ത്രം കൊടുത്തേക്കുന്നത്. ഈ പുള്ളി നിലവിളിക്കുക. എന്തിനാണ് നിലവിളിക്കുന്നത്? യഹൂദ ജനത്തിന് രക്ഷയുണ്ടാകാൻ. ഹാമാനെ തകർക്കണമെന്നൊന്നും അല്ല പുള്ളി നിലവിളിക്കുന്നത്. ശത്രുവിനെ ഓർത്തൊന്നും നീ പ്രാർത്ഥിക്കേണ്ട, ദൈവം തമ്പുരാൻ ഇടപെട്ടോളൂ എന്നേ. നീ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ദൈവനീതി വെളിപ്പെടണമേ, ദൈവകരം വെളിപ്പെടണമേ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. ഈ മൊർദെഖായിയുടെ തോളെ തട്ടിയിട്ട് ഹാമാൻ പറയുക, നിന്നെ രാജാവ് വിളിക്കുന്നു, അകത്തുവാ. രാജകൽപ്പനയല്ലേ. സ്വത്രം. പ്രഭുക്കന്മാരെ വിളിച്ചു, മന്ത്രിമാരെ വിളിച്ചു. രാജാവിൻ്റെ കുതിരയെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറ്റാൻ പറഞ്ഞു. സ്തോത്രം. കഴുകുമരത്തിൽ കയറ്റണമെന്ന് പറയുന്നവനെ കൊണ്ട് കുതിരപ്പുറത്ത് കയറ്റിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ ഒന്ന് തുതിക്കാവോ? ഹല്ലേലൂയ. മന്ത്രിമാർ വന്നു, പ്രഭുക്കന്മാർ വന്നു, ഗൗൺ ഇടിച്ച് ഹല്ലേലൂയ കിരീടം വെച്ച് ബാൻഡ് മേളത്തോടെ പട്ടണത്തിൻ്റെ നടുവിലേക്ക് മൊർദെഖായി പോവുക. ഇതൊന്നും അറിഞ്ഞില്ലെന്നേ, ഇതൊന്നും പ്രതീക്ഷിച്ചില്ലെന്നേ. പ്രതീക്ഷിക്കാത്തതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുക. നീ കരുതാത്തതൊക്കെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെളിപ്പെടാൻ പോവുക. ദേശത്തിൻ്റെ നടുവിൽ നീ ആരാണെന്ന് തെളിയിക്കപ്പെടാൻ പോവുക. ദൈവത്തെ തുതിക്കാമോ? ദൈവത്തെ തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി തെളിയിക്കപ്പെടാൻ പോകുക. ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുക. നിന്നെ ആദരിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചില മണ്ഡലങ്ങൾ, നിനക്ക് വേണ്ടി ചില മേഖലകൾ പരിശുദ്ധാത്മാവിനെ അവൻ ഒരുക്കപ്പെടാൻ പോകുന്നു. കരം അടിച്ച് ദൈവത്തെ ഒന്ന് തുതിച്ചാട്ട്. റീഭാനാധാര. നീ പ്രതീക്ഷിക്കാത്ത, നീ കരുതാത്ത ചില മണ്ഡലങ്ങളിൽ നീ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ, നീ ആരാന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ആദരിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ, ദൈവത്തിൻ്റെ ചില പരിപാടികൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. വായിച്ച വചനത്തിൻ്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമാം. പൂളിലുള്ള ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഞാൻ ഇദ്ര എയർപോർട്ടിൽ വന്നപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്നതൊരു പെങ്കൊച്ചാണ്, ബ്ലസി. അവളെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഓസ്റ്റർ കാർഡ് വന്നു. അങ്കളെ, ലണ്ടനിൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള പൈസ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്താ ഈ കാർഡ്? ട്രെയിനകത്ത് പോകാം, ബസ്സിനകത്ത് പോകാം, ലോക്കൽ ബസ്സിലൊക്കെ പോകാം. കാരണം നിക്ഷേപം അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ബാങ്കിൽ പൈസയും ഇട്ട് ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട്. എന്താ കാരണം? നിക്ഷേപം അകത്ത് കിടക്കുന്നിടത്തോളം, കാർഡ് നിൻ്റെ കയ്യിലുള്ളിടത്തോളം നിനക്ക് പേടിക്കാനില്ല. ദൈവം തമ്പുരാൻ്റെ നിക്ഷേപമാണ് ഇവിടെ കിടക്കുന്ന ദൈവമക്കൾ, ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ. തക്ക സമയത്ത് നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോവുക. തക്ക സമയത്ത് ദൈവം എടുത്ത് ഹല്ലേലൂയ അവൻ്റെ കരങ്ങൾ നിന്നെ വഹിക്കാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിക്ഷേപമാ, ദൈവത്തിൻ്റെ നിക്ഷേപമാ. അടുത്ത വാക്കൂടെ കേൾക്കണേ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഒരു മനുഷ്യൻ
തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ. ഞാൻ 1992 കഴിഞ്ഞപ്പോൾ അവധിക്ക് നാട്ടിൽ വന്നപ്പം എൻ്റെ അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, കുറേ ബാക്കി സ്ഥലവും വീടും ഒക്കെ കിടപ്പുണ്ട്, അവൻ്റെ പേർക്ക് അങ്ങ് എഴുതിയെടുത്തോളം പറയണം. എനിക്ക് പണ്ടേ ഈ വസ്തുക്കളുമായിട്ടൊന്നും വലിയ ഭ്രമമൊന്നുമില്ല, അതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, അങ്ങനെ അവനോട് പറയരുതെന്ന് പറയണം. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ അവനെ ശല്യം ചെയ്യും. ഞാൻ പിന്നൊന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ അടുത്തൊരു ആധാരം എഴുത്തുന്ന പുള്ളിക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പച്ചൻ പറഞ്ഞു കൊടുക്കുന്ന വാചകം ഞാൻ കേട്ടു. എൻ്റെ മകനായ അലക്സ് സൗദി അറേബ്യ ഇന്നടത്ത് പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ കാലത്ത് അവൻ 18 വയസ്സുള്ള കാലം മുതൽ ഇന്ന് വരെയും ഞങ്ങളെ ശുശ്രൂഷിച്ചു, ഞങ്ങളെ ആദരിച്ചു, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്നു. അവനോടുള്ള വാത്സല്യ നിമിത്തം ഈ ഭൂമിയും ഈ വീടും ഇതിനത്തെ വിഷയങ്ങളും എൻ്റെ ഭാര്യയായ ശോശാമയുടെ പേരിൽ കിടക്കുന്ന 10 സെന്റും അവൻ ഇഷ്ടമായി വാത്സല്യ നിമിത്തം ഞാൻ കൊടുക്കുന്നു. ആ വാക്കെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അപ്പനെ ശുശ്രൂഷിച്ചാൽ അപ്പൻ പ്രതിഫലം തരും. ഞാനൊരിക്കൽ നോക്കി, സൗദി അറേബ്യ ഒത്തിരി വർഷം ജോലി ചെയ്തപ്പോൾ ഒത്തിരി ചെക്കിൻ്റെ കൗണ്ടർ ഫയലുണ്ട്. കൂടുതലും അപ്പനും അമ്മയ്ക്കും അപ്പനും ഭാര്യയ്ക്കും സഭയിലെ പാർസർക്കും എഴുതി കൊടുത്തതാണ്. അതിൻ്റെ കൗണ്ടർ ഫയൽ ഇരിപ്പുണ്ട്. ഇത്രയും ഉയരമുണ്ട് കേട്ടോ. അപ്പന് കൊടുക്കുന്നത് ഭാര്യ അറിയത്തില്ല, ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അപ്പനോടെയും പറയത്തില്ല, സഭയിലെ പാർസർക്ക് കൊടുക്കുന്നത് ഇവർ രണ്ടുപേരോടും പറയത്തില്ല. സ്വത്രം സ്വത്രം ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പനെ ശുശ്രൂഷിച്ചാൽ അപ്പൻ നിന്നെ ആദരിക്കും. സ്വർഗത്തിലെ അപ്പനെ ശുശ്രൂഷിച്ചാൽ എത്രയധികം നിങ്ങളെ ആദരിക്കാതിരിക്കും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലെ അപ്പൻ നിങ്ങളെ ആദരിക്കാൻ പോകുക. സ്വർഗത്തിലെ അപ്പൻ്റെ കരം വെളിപ്പെടാൻ പോകുക. 2024 ഹല്ലേലൂയ 8ാമത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഉപവാസം കഴിഞ്ഞ് എന്തോ പറഞ്ഞെന്ന് ചോദിച്ചാൽ പറയണം, സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളെ ആദരിക്കാൻ പോകുക. സ്വർഗത്തിലെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ ആദരിക്കാൻ പോകുക. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ സഭയെ ആദരിക്കാൻ പോകുക. ദൈവത്തെ തുതിക്കാവോ. 18ാം വാക്യം, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ളൊരു വ്യത്യാസം കാണാൻ പോകുക. ഒരു വ്യത്യാസം വെളിപ്പെടാൻ പോകുക. ദൈവസഭയെ, പൂളിലുള്ള ദൈവസഭയെ ഒരു വ്യത്യാസം വെളിപ്പെടാൻ പോകുക. ഇവിടുത്തെ ആരാധനയിൽ ഒരു വ്യത്യാസം വെളിപ്പെടാൻ പോകുക. ആത്മമണ്ഡലത്തിലൊരു വ്യത്യാസം വെളിപ്പെടാൻ പോകുക. ഒരു വചനം കൂടെ വായിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോകുക. എസ്തേറിൻ്റെ പുസ്തകം 9ാമത്തെ അധ്യായം അതിൻ്റെ 4ാം വചനം കൂടെ വായിച്ച് എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുക. നോക്കണേ, സ്തോത്രം. ചാക്ക് വസ്ത്രം ഉടുത്തുകൊണ്ട് കൈപ്പോടെ പട്ടണവാതുക്കൾ നിലവിളിച്ച് ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിരുന്ന മൊർദെഖായി രാജകൊട്ടാരത്തിൽ രാജസനിൽ അവൻ പ്രസിദ്ധനായെന്നും കൊട്ടാരത്തിലെ പ്രസിഡന്റായെന്ന്. നിങ്ങൾ ആരും ദൈവത്തെ തുതിച്ചില്ല, ചോദിച്ചു വാങ്ങിയതാണ്. ദൈവം തമ്പുരാൻ ഒരുക്കിയതാ. ദൈവം ഒരുക്കിയാൽ അതിനെ തടയാൻ ആർക്ക് കഴിയും? നീ മൗനമായി പ്രാർത്ഥിച്ചാൽ മതി. നിന്നെ തേടിയെത്തുന്ന ചില പദവികൾ, നിന്നെ തേടിയെത്തുന്ന ചില അംഗീകാരങ്ങൾ കടന്നു വരാൻ പോകുക. അടുത്ത വാക്ക് വായിക്കണേ കുഞ്ഞെ. നോക്കണേ, മൊർദെഖായി എന്ന മനുഷ്യൻ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയത് 2024 പോലല്ല, 2025-ൽ 2024-ൽ
വെളിപ്പെടാത്ത കാര്യങ്ങൾ 2025 വെളിപ്പെടാൻ പോകുകയോ. മേൽക്കുമേൽ അവൻ തകർന്നു മുടിഞ്ഞു പോയെന്നോ മേൽക്കുമേൽ സഭകൾ ഉണ്ടാകാൻ തുടങ്ങി, പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ശുശ്രൂഷ വർദ്ധിക്കാൻ തുടങ്ങി, ജനത്തെ ആദരിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ സഭ ആദരിക്കപ്പെടാൻ പോകുക, ഈ സഭ മാനിക്കാൻ പോകുക, എടുത്തു പറയുന്ന ഒരു പ്രവർത്തനമാക്കി ദൈവം ഇതിനെ വേർതിരിക്കാൻ പോകുക. അടുത്ത വാക്കൂടെ കേൾക്കണം. യവൻ്റെ കീർത്തി നോട്ടീസ് അടിച്ചിറക്കിയതാണോ, വാട്സപ്പിലോ യൂട്യൂബിലോ പരസ്യം കൊടുത്തതാണോ? അവനെക്കുറിച്ചുള്ള കീർത്തി എല്ലാ സംസ്ഥാനങ്ങളിലും പടർന്നു പിടിക്കുവാനിടയാത്തിരുന്നു. എൻ്റെ വാക്കിലൂടെ ചുരുക്കിയ ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ദുഷ്ടനും നീതിമാനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലൊരു വ്യത്യാസമുണ്ടെന്ന് കാലം തെളിയിക്കപ്പെടാൻ പോകുക. ഇങ്ങനൊരവസരം ഒരുക്കി തന്ന ദൈവസഭയോട്, ദൈവദാസനോട്, എന്നോട് സഹകരണം കാണിച്ച നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവഹിതമായ 18-ാം തീയതി ഞാൻ മടങ്ങി നാട്ടിൽ കടന്നു പോകുന്നു. തമിഴ്നാട്ടിൽ ചില പ്രവർത്തന മേഖലകളൊക്കെ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.